Hello everyone, Assalamu alaikum, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. മുമ്പൊരു വീഡിയോയിൽ ഞാൻ മന്തിയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു മന്തി റെഡിയാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ എടുക്കുന്ന ആ ഒരു വലുപ്പത്തിലാണ്, സ്കിന്നില്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന മല്ലിയില കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. പിന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള സവാള നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള എന്തായാലും ചേർത്ത് കൊടുക്കണം. ക്യാരറ്റ് ഓപ്ഷനിലാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണ് ചെറിയ ജീരകപ്പൊടി, 3/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് മല്ലി. ചെറിയ ജീരകവും കുരുമുളകും നമുക്ക് പൊടിക്കാതെ തന്നെ ചേർക്കാവുന്നേ ഉള്ളൂ. പക്ഷേ പൊടിച്ച് ചേർക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഒന്നുകൂടെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 2 ചിക്കൻ സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. 3/4 കിലോ ചിക്കനിലേക്കാണ് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് കൈ വെച്ചിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങളുടെ അടുത്ത് കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ നോർമൽ മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കാം. കാരണം മന്തി എന്ന് പറയുന്നത് തീരെ എരിവില്ലാത്തൊരു റെസിപ്പിയാണ്. അപ്പോൾ നോർമൽ മുളക് പൊടി ആണെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതിയാകും. അതിന് പകരം റെഡ് കളർ ചേർത്താൽ കുറച്ചുകൂടി കളർ കിട്ടിക്കോളും. ഞാനിവിടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു മിനിമം 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ മന്തിയിലേക്കുള്ള റൈസിന് വേണ്ടി ഞാനിവിടെ 2.5 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. അപ്പോൾ ഞാനിവിടെ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് വേവിക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സ്പൈസസ് ആയിട്ട് ഡ്രൈ ലെമൺ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ സൈഡിലൊരു ഹോള് ഇട്ടിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ചോറ് ഊറ്റിയിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്, വെള്ളം വറ്റിക്കല്ല ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മറ്റേ സ്റ്റൗവിൽ ചിക്കന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഓയിലെല്ലാം ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് ഒരു 15 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് തുറന്ന് നോക്കണം. എന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ പീസെല്ലാം മറിച്ചിട്ട് കൊടുക്കുക. ഇതിലേക്ക് അഡീഷണലായിട്ട് ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നേരത്തെ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒഴിച്ചിട്ടുള്ള 1 കപ്പ് ഓയിൽ തന്നെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യാനുള്ള പാത്രത്തിൽ തന്നെയായിരുന്നു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നേരെ സ്റ്റൗവിൽ അങ്ങനെ വെച്ച് കൊടുത്തു. ഇപ്പോൾ 15 മിനിറ്റ് ശേഷം തുറന്ന് നോക്കി ചിക്കനെല്ലാം വെന്തിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ റൈസിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയത് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് റെഡ് കളർ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് 2 ഓപ്ഷനിലാണ്, ഒരു നിർബന്ധമില്ല. നമ്മൾ ചോറ് ചിക്കനുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അത്യാവശ്യത്തിനുള്ള കളർ കിട്ടും. ഇനി റൈസിൻ്റെ മുകളിലായിട്ട് ഞാൻ 3 പച്ചമുളക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ ജസ്റ്റ് കത്തി വെച്ചിട്ട് ഞാൻ കീറി കൊടുത്തിട്ടുണ്ട്, ഇതിൽ കാണുന്ന പോലെ.
മുഴുവനായിട്ടില്ല, സെൻറ്റർ പാർട്ട് മാത്രം. അപ്പോൾ ഇത് 3 നമുക്ക് ചോറിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് കുത്തി വെച്ച് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് മന്തിക്ക് പുകയുടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചാർക്കോൾ കത്തിച്ച് വെച്ച് കൊടുക്കാം. ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ള മന്തിയുടെ റെസിപ്പിയിൽ അത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ ഐക്കാർഡിൽ കൊടുക്കാം. അതുമാത്രമല്ല താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഈ ഒരു റെസിപ്പിയിൽ ഞാനത് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കുകയാണ്. നമ്മൾ ബിരിയാണിയിൽ ദം ചെയ്തെടുക്കും പോലെ വളരെ ലോ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കഴിക്കാൻ സമയമായിട്ടുണ്ട്. ഇനി ചോറ് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളൊരു തവി എടുത്തിട്ട് താഴെ നിന്ന് മിക്സ് ചെയ്യാൻ തുടങ്ങാം. ചിക്കനും എല്ലാം അടക്കം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.